നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. വൈസ് ചാൻസലർമാരെ ഉൾപ്പെടുത്തി വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോക്. ഗ്രൂപ്പിലൂടെ വിസിമാർക്ക് യാതൊരു നിർദ്ദേശവും നൽകില്ല. ആവശ്യമില്ലാത്തവർക്ക് ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകാമെന്നും ബി അശോക്. സർസംഘചാലക് മോഹൻ ഭാഗവത് അമൃതാനന്ദമയി മഠം സന്ദർശിച്ചു. അമൃതാനന്ദമയുമായി കൂടിക്കാഴ്ച നടത്തി. RSS ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് മോഹൻ ഭാഗവതിന്റെ സന്ദർശനം. പുനലൂർ കല്ലുമലയിൽ യുവാവിന് ക്രൂരമർദ്ദനം. പ്രദേശവാസിയായ സന്തോഷിനാണ് മർദ്ദനമേറ്റത്. ലഹരി വിൽപ്പന സംബന്ധിച്ച പ്രശ്നങ്ങളാണ് സംഘർഷത്തിൽ കലാശിച്ചതെന്ന് നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. വൈസ് ചാൻസലർമാരെ ഉൾപ്പെടുത്തി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോക്. ഗ്രൂപ്പിലൂടെ വിസിമാർക്ക് യാതൊരു നിർദ്ദേശവും നൽകില്ലെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. ആവശ്യമില്ലാത്തവർക്ക് ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വൈസ് ചാൻസലർമാരെ ഉൾപ്പെടുത്തി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്നും വിസിമാർക്ക് ഗ്രൂപ്പിലൂടെ യാതൊരു നിർദ്ദേശവും നൽകില്ലെന്നും ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോക്. ബജറ്റ് നിർദ്ദേശങ്ങളടക്കം വേഗത്തിൽ നൽകുന്നതിനാണ് ഗ്രൂപ്പ് തുടങ്ങിയത്. ബജറ്റ് കഴിഞ്ഞാലും ഗ്രൂപ്പ് അവിടെ തന്നെ ഉണ്ടാകുമെന്നും ആവശ്യമില്ലാത്തവർക്ക് എക്സിറ്റ് ആകാമെന്നും അദ്ദേഹം കൊല്ലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അതിലൊരു കഴമ്പുമില്ല. അതായത് ഈ 19 ബജറ്റ് വരുമ്പോ അവരുടെ ബജറ്റ് നിർദ്ദേശങ്ങളെല്ലാം തന്നെ വകുപ്പ് പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മന്ത്രിയും പുതിയ മിനിസ്റ്ററാണ്, അദ്ദേഹവും ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇമെയിലിൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ മെയിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും വൈകുന്നതുകൊണ്ട് യൂണിവേഴ്സിറ്റികളുടെ ഇൻട്രസ്റ്റിലാണ് അവരുടെ ആവശ്യങ്ങൾ വളരെ ഫലപ്രദമായിട്ട് ബജറ്റിലോട്ടും ഗവൺമെന്റിന്റെ ബജറ്റിൽ പോളിസി കാര്യങ്ങളും പറയുമല്ലോ, അവരുടെ ആവശ്യങ്ങൾ സത്വരമായിട്ട് രേഖപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ആ ഗ്രൂപ്പ്. അതിൽ വൈസ് ചാൻസലേഴ്സ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ യൂണിവേഴ്സിറ്റി രജിസ്ട്രാറോട് ഒരു വിവരം ചോദിക്കുമ്പോൾ അത് അവർ അറിയണം. അതുകൊണ്ട് ചേർത്തന്നേ ഉള്ളൂ. അല്ലാതെ വിസിമാർക്ക് നിർദ്ദേശം കൊടുക്കാനേ അല്ല ആ ഗ്രൂപ്പ്. എന്ന് മാത്രമല്ല, ഞാൻ ചുമതല എടുത്ത ദിവസം തന്നെ അന്നും പിറ്റേന്നുമായിട്ട് 2 വൈസ് ചാൻസലേഴ്സ് അവരുടെ ആവശ്യങ്ങളുമായിട്ട് എന്നെ കാണാൻ വന്നു. അപ്പൊ നേരിട്ട് വരാത്ത ആളുകൾക്ക് വളരെ എളുപ്പം വിവരം തരാൻ വേണ്ടിയാണ്. എനിക്ക് മനസ്സിലാകാത്തത് വെച്ചാൽ ഇമെയിലായിട്ട് ഇങ്ങോട്ട് അയക്കുന്ന ഒരു സംഗതി വാട്സാപ്പിലിട്ട് അപ്പം തന്നെ ഞാൻ കാണും. ഞങ്ങൾ അപ്പം തന്നെ അത് ടാബ്ലറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ചെയ്തെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൽ യാതൊരു ദുരുദ്ദേശവുമില്ല. കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ താനുണ്ട്. അതിൽ പുതുമയൊന്നുമില്ലെന്നും ബി അശോക് പറഞ്ഞു. ഗ്രൂപ്പ് അവിടെ ഉണ്ടാവും. ആവശ്യമുള്ളവർ പെട്ടെന്നൊരു കാര്യം പിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിക്കവാറും ഡിലേ വരുന്നത് ഞങ്ങളുടെ സൈഡിലാണ്. അവരുടെ കാര്യങ്ങൾ കൂടുതലും നടത്തി കൊടുക്കാനുള്ളത് ഡിലേ വരുന്നത് ഞങ്ങളുടെ വശത്താണ്. അപ്പൊ അവർക്കത് റിമൈൻഡ് ചെയ്യാനുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിച്ചാൽ മതി. വൈസ് ചാൻസലർ തന്നെ വരണമെന്നൊന്നുമില്ല. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാനും VC ആകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗവൺമെന്റ് ഇന്ന വിവരം ചോദിച്ചിരിക്കുന്നു എന്നുള്ളത് VC അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പല കാര്യങ്ങളും VCയുടെ അനുമതിയോടെ രജിസ്ട്രാർക്ക് തരാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ഞാൻ തന്നെ കേന്ദ്ര സർക്കാരിന്റെ കൃഷി എഡ്യൂക്കേഷൻ വകുപ്പിന്റെ ഗ്രൂപ്പിലെ അംഗമാണ്. ഇന്ത്യയിലെ 60 VCമാരും അംഗങ്ങളാണ്. അപ്പൊ അതിനകത്തൊരു പുതുമയൊന്നും ഞാൻ കണ്ടില്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പുനലൂർ കല്ലുമലയിൽ യുവാവിന് ക്രൂരമർദ്ദനം. പ്രദേശവാസിയായ സന്തോഷിനാണ് മർദ്ദനമേറ്റത്. ഒരു സംഘം യുവാക്കൾ ചേർന്നാണ് സന്തോഷിനെ മർദ്ദിച്ചത്. ലഹരി വിൽപ്പന സംബന്ധിച്ച പ്രശ്നങ്ങളാണ് സംഘർഷത്തിൽ കലാശിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. പുനലൂർ നഗരസഭയിലെ കല്ലുമലയിലാണ് യുവാവിന് മർദ്ദനമേറ്റത്. സ്ഥലവാസിയായ 35-കാരൻ സന്തോഷിനാണ് മർദ്ദനമേറ്റത്. ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. കണ്ടുനിന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഓടിയെത്തിയാണ് സംഘത്തെ പിരിച്ചയച്ചത്. പരിക്കേറ്റ സന്തോഷിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് സംഭവം പുറത്തായത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ലഹരി വിൽപ്പന സംബന്ധിച്ച പ്രശ്നങ്ങളാണ് സംഘർഷത്തിൽ കലാശിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതാനും ദിവസമായി സ്ഥലത്ത് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നടക്കുകയായിരുന്നെന്നും പറയുന്നു. ഇവിടെ അനധികൃത മദ്യവിൽപ്പന ഉൾപ്പെടെ നടന്നു വരുന്നുണ്ടെന്നും പുറത്തുനിന്നുള്ള ചിലരാണ് ആക്രമണം നടത്തിയതെന്നും നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. RSS സർസംഘചാലക് മോഹൻ ഭാഗവത് അമൃതാനന്ദമയി മഠം സന്ദർശിച്ചു. അമൃതാനന്ദമയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. RSS ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് അദ്ദേഹം അമൃതാനന്ദമയി മഠത്തിൽ എത്തിയത്.
RSS സർസംഘചാലക മോഹൻ ഭാഗവതാണ് വള്ളിക്കാവ് അമൃതാനന്ദമയി ആശ്രമം സന്ദർശിച്ചത്. മാതാ അമൃതാനന്ദമയിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. മോഹൻ ഭാഗവതിനെ ആശ്രമത്തിലെ മുതിർന്ന സന്യാസിമാരും RSSന്റെ മുതിർന്ന നേതാക്കളും ചേർന്നാണ് സ്വീകരിച്ചത്. RSS ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി മോഹൻ ഭാഗവത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ഇദ്ദേഹം അമൃതാനന്ദമയിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ന്യൂസ് ബ്യൂറോ, ചവറ. ക്ഷേത്രത്തിൽ മോഷണം. മോഷ്ടാവ് പിടിയിൽ. നെടുമ്പന വേപ്പിൻമൂക്ക് സ്വദേശി രതീഷാണ് പിടിയിലായത്. പുലിയില വേങ്ങനാട് ദുർഗാദേവി ക്ഷേത്രത്തിലെ മോഷണക്കേസിലാണ് ഇയാൾ അറസ്റ്റിലായത്. ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ കേസിൽ നെടുമ്പന വേപ്പിൻമുക്ക് തടത്തിൽ പുത്തൻ വീട്ടിൽ രതീഷാണ് കണ്ണനല്ലൂർ പോലീസിന്റെ പിടിയിലായത്. പുലിയില വേങ്ങനാട് ദുർഗാദേവി ക്ഷേത്രത്തിൽ 10-നായിരുന്നു മോഷണം നടന്നത്. ക്ഷേത്രത്തിൽ നിന്നും ഓട്ടുരുളി, ഓട്ടുവിളക്കുകൾ എന്നിവയാണ് ഇയാൾ അപഹരിച്ചത്. ക്ഷേത്രം ഭാരവാഹികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. ക്ഷേത്രത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത്. കുണ്ടറയിലും കണ്ണനല്ലൂരിലും നേരത്തെയും സമാനമായ കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. കണ്ണനല്ലൂരിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. SI ആശ, ASI രതീഷ് കുമാർ, CPO സിജോ, പ്രജീഷ്, പ്രമോദ് എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. യുവകലാ സാഹിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ മണലിൽ G നാരായണപിള്ള പുരസ്കാരം CPI നേതാവ് K പ്രകാശ് ബാബുവിന് സമ്മാനിച്ചു. കോൺഗ്രസ് നേതാവ് VM സുധീരനാണ് പുരസ്കാരം സമ്മാനിച്ചത്. ആരോഗ്യവും ബുദ്ധിശക്തിയും പ്രവർത്തനക്ഷമമാണെങ്കിൽ ഭാവനാ സമ്പന്നരായ മാതൃകാ ജനപ്രതിനിധികളെ പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നും അതിന് പരിധി വയ്ക്കരുതെന്നും VM സുധീരൻ അഭിപ്രായപ്പെട്ടു. ആരോഗ്യവും ബുദ്ധിശക്തിയും പ്രവർത്തനക്ഷമമെങ്കിൽ ഭാവനാ സമ്പന്നരായ മാതൃകാ ജനപ്രതിനിധികളെ പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നും അതിന് പരിധി വയ്ക്കരുതെന്നാണ് തന്റെ അഭിപ്രായമെന്നും കോൺഗ്രസ് നേതാവ് VM സുധീരൻ പറഞ്ഞു. യുവകലാസാഹിതി ജില്ലാ കമ്മിറ്റിയുടെ മണലിൽ G നാരായണപിള്ള പുരസ്കാരം CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം K പ്രകാശ് ബാബുവിന് സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. CPIയിൽ പാർലമെന്ററി രംഗത്തേക്കുള്ള ടേം വ്യവസ്ഥയെ ചൂണ്ടിക്കാട്ടിയാണ് VM സുധീരൻ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. എന്നാൽ ഒരു സമയം കഴിഞ്ഞാൽ പാർലമെന്ററി രംഗത്ത് നിന്ന് പിരിയുകയും ചെയ്യണമെന്നും സുധീരൻ ഓർമ്മിപ്പിച്ചു. 25 വർഷം പാർലമെന്ററി രംഗത്ത് നിന്ന് താൻ ഇനി മത്സരിക്കാനില്ലെന്ന് പാർട്ടിക്ക് എഴുതി നൽകുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ ദീർഘവീക്ഷണത്തോടുകൂടിയ ആ ഒരു പ്രവചനമെന്ന് ഞാൻ ഉച്ചരിപ്പിക്കട്ടെ, ആ പ്രവചനം എത്രയോ അർത്ഥവത്തായി നമുക്ക് അനുഭവപ്പെടുന്ന കാലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ തത്വങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അടിയുറച്ച നിലപാടിലൂടെ മുന്നോട്ട് പോയ ജവഹർലാൽ നെഹ്റു, പ്രതിപക്ഷത്തിന് ആദരവ് നൽകിയ ജവഹർലാൽ നെഹ്റു. നമുക്കറിയാം, ആദ്യ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 364 സീറ്റ് ലഭിച്ചു. പ്രധാന പ്രതിപക്ഷമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയത് 16 സീറ്റാണ്. ഔദ്യോഗികമായ പ്രതിപക്ഷമെന്ന അംഗീകാരത്തിന് അർഹതപ്പെടുന്ന അംഗബലമില്ലെങ്കിലും മഹാനായ ജവഹർലാൽ നെഹ്റു, ജനാധിപത്യവാദിയായ ജവഹർലാൽ നെഹ്റു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദരണീയനായ നേതാവ്, നാം എല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന AKG എന്ന് വിളിക്കുന്ന AK ഗോപാലനെ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതൃപദവിയിൽ ആദരിച്ചു, അംഗീകരിച്ചു മുന്നോട്ട് പോയി. നിയമനിർമ്മാണം എന്ന് പറയുമ്പോൾ അത് വിശദമായ ചർച്ചകൾ നടത്തി ജനാഭിപ്രായം പ്രതിഫലിപ്പിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണ പ്രക്രിയ മുന്നോട്ട് പോയൊരു കാലം. പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പ്രതിപക്ഷവും ജനാധിപത്യത്തിൻ്റെ അനിവാര്യമായ ഘടകമാണ് എന്ന അടിസ്ഥാന തത്വം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും പ്രവൃത്തിയിൽ കൊണ്ടുപോയി നടത്തിയ ആ ഒരു മഹത്തായ പാരമ്പര്യം. പ്രതിപക്ഷവും ജനാധിപത്യത്തിന്റെ അനിവാര്യമായ ഘടകമാണെന്ന് അംഗീകരിച്ച് പ്രവർത്തിച്ച നെഹ്റുവിന്റെ പാരമ്പര്യമുള്ള രാജ്യമെന്ന് അപകടകരമായ അവസ്ഥയിലെത്തി നിൽക്കുകയാണെന്ന് K പ്രകാശ് ബാബു പറഞ്ഞു.
അദ്ദേഹവും അതുപോലെ തന്നെ ജി ഗോപിനാഥപിള്ള എന്ന ഗോപിച്ചേട്ടൻ, അവർ രണ്ടുപേരും മറിച്ചിട്ടാലും തിരിച്ചിട്ടാലും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. പക്ഷേ അവരവരുടെ പ്രവർത്തന മേഖലയിൽ നിന്ന് അപ്പുറത്തോട്ട് പോകത്തില്ലായിരുന്നു എന്ന് മാത്രം. തൻ്റെ ജീവിതം മുഴുവൻ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വേണ്ടി നീക്കിവെച്ച മണലിൽ ജി നാരായണപിള്ള എന്ന ആ ത്യാഗസമ്പന്നനായ പ്രവർത്തകൻ്റെ പേരിലുള്ള അവാർഡായതുകൊണ്ട് എനിക്കതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട് എന്നത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. യുവ കലാസാഹിതി ജില്ലാ പ്രസിഡന്റ് ടി കെ വിനോദൻ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി PS സുബാൽ, പ്രൊഫസർ S അജയൻ, P ഉഷാകുമാരി, രാജു കൃഷ്ണൻ, പ്രഭാകുമാരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയിൽ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന പാലക്കാട് സ്വദേശിനി വിനോദിനിക്ക് ധനസഹായം മുടങ്ങിയത് കുടിശ്ശിക ഉൾപ്പെടെ നൽകുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. തിങ്കളാഴ്ച തന്നെ കുടിശ്ശിക നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയോജന കേന്ദ്രത്തിലെ പീഡനം ഗൗരവകരമാണെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വനിതാ വികസന വകുപ്പ് സെക്രട്ടറിയോടും ഡയറക്ടറോടും ഇടപെട്ട് തിങ്കളാഴ്ച തന്നെ കുടിശ്ശിക നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഏതുവിധേനയും ധനസഹായം കുടിശ്ശിക ഉൾപ്പെടെ കൊടുക്കുമെന്നും പരിമിതികളെ മറികടന്ന് ധനസഹായം നൽകുമെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. വനിതാ ശിശു വികസന വകുപ്പ് കുട്ടിക്ക് കൊടുത്തുകൊണ്ടിരുന്ന ധനസഹായം കുടിശ്ശികയായിട്ടുണ്ട് എന്ന വിവരം അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വനിതാ വികസന വകുപ്പ് സെക്രട്ടറിയോടും ഡയറക്ടറോടും ഇടപെട്ട് തിങ്കളാഴ്ച തന്നെ ആ കുടിശ്ശിക തീർത്ത് കൊടുക്കുവാനും ഇനിയുള്ള മാസങ്ങൾ കൃത്യമായ തുക കൊടുക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെയാ പറഞ്ഞു. പക്ഷെ ഏത് വിധേനയും അത് കൊടുത്തേ മതി, സർക്കാരിന്റെ തീരുമാനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത്തരം കാര്യങ്ങൾ ധനസഹായം നൽകുന്നതിന് പരിമിതികൾ, സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് പരിമിതികളും ധവളവട്ടത്തിൽ നമ്മൾ മനസ്സിലായതാണ്. പക്ഷെ എങ്കിലും ഇതുപോലുള്ള കേസുകളിൽ അടിയന്തരമായി അത്തരം പരിമിതികളെ മറികടക്കുവാനുള്ള തീരുമാനമാണ് സർക്കാരിനുള്ളത്. വയോജന കേന്ദ്രത്തിലെ പീഡനം ഗൗരവകരമാണെന്നും വയോജന കേന്ദ്രങ്ങളിൽ കഴിയുന്ന സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തീർച്ചയായും സമഗ്രമായ അന്വേഷണം നടത്താൻ വാർത്ത അറിഞ്ഞവരിൽ തന്നെ നിർദ്ദേശിച്ചു. അത് അവിടെ മാത്രമല്ല, ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇതുപോലുള്ള സമാന സ്ഥാപനങ്ങളിൽ എന്തൊക്കെ നടക്കുന്നു എന്ന കാര്യത്തിൽ നമുക്ക് ആശങ്കയുണ്ട്. സാമൂഹ്യനീതി വകുപ്പ് അതുപോലെ ഓർഫനേജ് കൺട്രോൾ ബോർഡ് ഒക്കെയായി ചേർന്നുകൊണ്ട് ഒരു പരിശോധന നടത്തി കൃത്യമായ ഇടവേളയിൽ പരിശോധനയിൽ ഈ കേസിൽ തന്നെ അന്തേവാസികൾക്ക് പറയാൻ അവസരം കിട്ടിയത് ആ വാതിൽ തുറന്നിട്ടുകൊണ്ട് പുറത്തേക്ക് വന്ന് നാട്ടുകാരെ കണ്ടതുകൊണ്ട്, അല്ലെങ്കിൽ ഈ വിവരം ഇപ്പോഴും പുറത്ത് അറിയില്ലായിരുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കുറ്റമറ്റ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് സർക്കാർ ഉറപ്പുവരുത്തും. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകും. നെടുമങ്ങാട് സംഭവത്തിൽ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കുറ്റക്കാരനായ ഉദ്യോഗസ്ഥനെ പുറത്താക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചു. മലയാളികളുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ ഒരിറ്റ് കണ്ണുനീരായി മാറിയ 1.5 വയസ്സുകാരന്റെ മരണം നമ്മളെല്ലാവരുടെയും നെഞ്ചുലച്ചതാണെന്ന് അറിയാലോ. അതിൽ ഇന്നലെ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു, കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. അതിന് ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ കുട്ടിയുടെ അമ്മൂമ്മ വിളിച്ച് വിവരം കൈയൊടിഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞു. പക്ഷെ ടെലിഫോൺ എടുത്ത ആൾ വേണ്ട വിധം ജാഗ്രതയോടുകൂടി അത് പ്രവർത്തിച്ചില്ല. ശിശുക്ഷേമ സമിതിയും അതുപോലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ അടക്കമുള്ള ശിശുക്കളുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും ശിശു സൗഹൃദമായിരിക്കണം എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. അത് ഉറപ്പുവരുത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൃത്യവിലോപം വരുത്തിയ ആ ഉദ്യോഗസ്ഥനെ ടെർമിനേറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ കുറ്റമറ്റ രീതിയിൽ ശിശുക്ഷേമ സമിതിയും അതുപോലെ ശിശു ഹെൽപ്പ് ലൈൻ സഹായ ഹെൽപ്പ് ലൈനുകളെല്ലാം പ്രവർത്തിക്കണം എന്നുള്ളത് അതും സർക്കാർ ഉറപ്പുവരുത്തും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അമ്മയ്ക്കും മരുമകൾക്കും നേരെ അയൽവാസിയുടെ മർദ്ദനം. മൺവെട്ടിയും ഹെൽമറ്റും കൊണ്ടാണ് ആക്രമിച്ചത്. വഴിയെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. വഴിത്തർക്കത്തിന്റെ പേരിൽ അയൽവാസികളായ സ്ത്രീകളെ ക്രൂരമായി മർദ്ദിച്ചു. പുതുപ്പള്ളി ഗോവിന്ദമുട്ടത്താണ് സംഭവം. അമ്മയ്ക്കും മരുമകൾക്കും നേരെയാണ് അയൽവാസിയായ തമ്പിയും മകനും മൺവെട്ടിയും ഹെൽമറ്റും ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. സലീല, ജലജ എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. അതിർത്തിയെ ചൊല്ലിയുണ്ടായ തർക്കമാണ് വലിയ ആക്രമണത്തിൽ കലാശിച്ചത്. കയ്യിലിരുന്ന മൺവെട്ടിയും ഹെൽമറ്റും ഉപയോഗിച്ച് സ്ത്രീകളെ തലങ്ങും വിലങ്ങും മർദ്ദിക്കുകയായിരുന്നു. തടയാൻ ശ്രമിച്ച അമ്മയെയും മരുമകളെയുമാണ് മർദ്ദിച്ചത്. ഈ വഴി വൃത്തിയാക്കിയപ്പോഴത്തേന് ഇവൻ ആ JCB-കാരൻ തിരിച്ചു വിളിച്ച് ഈ മെറ്റിൽ തിരിച്ചു പോരാൻ വേണ്ടിയിട്ട്. അങ്ങനെ JCB-കാരും വന്നില്ല. 2 ആൾക്കാരെയും കൊണ്ട് വന്ന് പോരാൻ. ഓടി വന്ന് കോരിയപ്പോൾ അക്ക എന്ന് അവരുടെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ കോരരുത്, ഞങ്ങളുടെ വീട്ടിലുള്ള വഴിയെ ഞങ്ങൾ വൃത്തിയാക്കിയത്, നിങ്ങൾ ഇത് കോരരുത്. അപ്പോഴത്തേനും മോള് വന്ന്
മരുമോൾ സലീലയുടെ മരുമോൾ വന്നിട്ട് ഈ വസ്തു മേടിച്ചാണ്ട് മരുമോൾ വന്ന് റോഡിൽ വന്ന് സ്കൂട്ടറിൽ വന്ന് അവിടോട്ട് ഇറങ്ങിയതാണ്. ഇറങ്ങിയപ്പോഴത്തേന് ഇവൾ ഓടിച്ചെന്ന് പത്തലെടുത്ത് കുഞ്ഞിനെ അടിച്ചപ്പോഴത്തേന് മോളെ നിലത്ത് വീണു. ഹെൽമെറ്റ് എടുത്ത് അടിച്ച് കൊച്ചിൻ്റെ തലയ്ക്ക് ഒരുപാട് അടിച്ചു. എൻ്റെ മോളെ ഒരുപാട് ഉപദ്രവിച്ചു. ഞാൻ മോളെ അമ്മയാണ്. ഒരുപാട് ഉപദ്രവിച്ചപ്പോൾ ഞാൻ ചെന്ന് മോളെ കെട്ടിപ്പിടിച്ചപ്പോഴത്തേക്ക് അക്ക എൻ്റെ മോളെ അടിച്ചെന്ന് ചോദിച്ചു. അക്ക ഓടിയപ്പോഴത്തേന് ഇവൻ്റെ മോനും കൂടെ മമ്മട്ടി എടുത്ത് ഈ തമ്പിയും തമ്പിയുടെ മോനും കൂടെ മമ്മട്ടി എടുത്ത് അക്കയുടെ തലയ്ക്ക് അടിച്ചു. അക്കയുടെ തലയ്ക്ക് അടിച്ചപ്പോഴത്തേന് അക്കയും വീണപ്പോഴത്തേന് അവൾ ഹെൽമെറ്റ് എടുത്ത് അവിടെ നെറ്റിക്ക് അടിച്ച് പൊട്ടിച്ചു. എന്നിട്ടാണ് ഞങ്ങളെ കണ്ട് മുമ്പേ ഓടി ആശുപത്രി വന്നത്. അതാണ് ഇത്രയും നേരം അവിടെ നടന്നത്. ജലജ വാങ്ങിയ 1.5 സെന്റ് സ്ഥലത്തേക്കുള്ള വഴി ഉപയോഗിക്കുവാൻ തമ്പിയും കുടുംബവും അനുവദിച്ചിരുന്നില്ല. വഴി വൃത്തിയാക്കി മെറ്റലിറക്കിയതാണ് പെട്ടെന്നുള്ള അക്രമത്തിന് കാരണം. സ്ത്രീകളാണെന്ന പരിഗണന പോലും നൽകാതെയായിരുന്നു ക്രൂരതയെന്ന് നാട്ടുകാർ പറയുന്നു. സലീലയാണ് തമ്പിയുടെ അതിന് 1.5 സെന്റ് സ്ഥലം 4.5 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ച് പ്രമാണം എഴുതി കൊടുത്തത് മുൻപ്രമാണവും കരമൊടുക്കിയ രസീതും എല്ലാം അവരുടെ കയ്യിലുണ്ട്. പക്ഷെ അവരിത് മേടിച്ചതിന് ശേഷം ഇതുവരെയൊക്കെ ആ വഴിയെ നടക്കാൻ അവൻ സമ്മതിച്ചിട്ടില്ല. അവരെ സ്വന്തം കാശ് ചിലവാക്കിയിട്ടാണ് അവരിനകത്തുനിന്ന് മരങ്ങളെല്ലാം മുറിച്ച് മാറ്റിയത്. ആ മുറിച്ച മരങ്ങളെല്ലാം അവരെടുത്തു. പക്ഷെ ഒരു തരത്തിലും ഞങ്ങൾ അതിനകത്തോട്ട് കയറാനോ 2 കുഞ്ഞു കൊച്ചുങ്ങളുണ്ട്, 3 വയസ്സ് 6 വയസ്സുള്ള. ആ പൊടി മക്കളെയൊക്കെ കണ്ട് ഭയങ്കര തെറിവിളിയാണ് സാറേ. ഒരു തരത്തിൽ ജീവിക്കാൻ വയ്യ. നമ്മൾ അതിൽ കയറാതിരിക്കാൻ കുപ്പിമുറി ഒടിച്ചിടുക, പിന്നെ ചവറ് വാരിയിടുക, മീൻവെള്ളം എടുത്തൊഴിക്കുക, ഇരുട്ടി വെളുക്കം നടന്ന് ചീത്ത വിളിക്കുക. ഒരു സ്വസ്ഥതയും കൊടുക്കുന്നില്ല. അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അവിടെ. പരിക്കേറ്റവരെ ഉടൻ തന്നെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ മൊഴി രേഖപ്പെടുത്തി പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. കളഞ്ഞുകിട്ടിയ സ്വർണമാല ഉടമസ്ഥയ്ക്ക് തിരികെ നൽകി ഓട്ടോറിക്ഷ ഡ്രൈവർ സുനിൽ മാതൃകയായി. കുണ്ടറ മുക്കട സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് സുനിൽ. കളഞ്ഞുകിട്ടിയ സ്വർണമാല ഉടമസ്ഥന് തിരികെ നൽകി കുണ്ടറ മുക്കട സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർ സുനിൽ മാതൃകയായി. ശനിയാഴ്ച രാവിലെ 11ഓടെ കേരളപുരം ഭാഗത്ത് സവാരി പോയി തിരികെ വന്ന വഴിക്ക് 7ാം കുറ്റിയിൽ നിന്നും യുവതിയും കുഞ്ഞും ഓട്ടോയിൽ കയറിയിരുന്നു. ഇവരെ മുക്കടയിൽ ഇറക്കി. തുടർന്ന് സവാരിക്കായി മറ്റൊരു സ്ത്രീ ഓട്ടോയിൽ കയറിയപ്പോഴാണ് സീറ്റിൽ സ്വർണമാല കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. സുനിൽകുമാർ യുവതിയെയും കുഞ്ഞിനെയും മുക്കടയിലും പരിസര പ്രദേശങ്ങളിലും തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് മാല കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഈ സമയം സ്ത്രീ പരാതിയുമായി സ്റ്റേഷനിലെത്തിയിരുന്നു. SI രാഹുൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാല കൈമാറി. വെള്ളിമൺ നേതാജി ജംഗ്ഷൻ സ്വദേശിയാണ് സുനിൽ. സംഭവം എൻ്റെ വണ്ടിക്കകത്ത് കടന്നു കിട്ടി. ഞാനത് എടുത്ത് അവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തു. സ്വർണ്ണമാല 1 പവന് മേലെ ഉണ്ടെന്ന് അവർ പറയുന്നു. നമ്മൾ നോക്കിയൊന്നുമില്ല, നമ്മളെ ഉണ്ടെന്നാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തത്. അവരവിടെ വന്നായിരുന്നു. അങ്ങനെ അവർ കൊണ്ട് തിരിച്ച് നമ്മളവിടെ കൊണ്ടുവന്ന് അവർ SI വരട്ടെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്ന് തിരിച്ച് അന്നേരം കൊണ്ട് കൊടുക്കുകയും ചെയ്തു. വണ്ടിക്കകത്ത് വണ്ടിയുടെ ബാക്കിലാണ് കിടന്നത്. റിട്ടേൺ വന്ന വണ്ടിക്കകത്ത് അവർ കയറി വന്ന് മുക്കടയിൽ ഇറങ്ങിയത് അവർ. അങ്ങനെ തിരിച്ച് അടുത്ത ആൾ കയറിയോ പറഞ്ഞ് മാല അടക്കമെന്ന് പറഞ്ഞ് അങ്ങനെ മാല എടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അടുത്ത് അടുത്ത ആൾ ഓട്ടം പോയത്. അങ്ങനെ അത് ഞാൻ മേടിച്ച് ഞാൻ വെച്ചിട്ട് തിരിച്ച് നേരെ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നമ്മൾ കൊണ്ട് കൊടുക്കുകയും ചെയ്യും. കുറച്ച് നേരം നോക്കുക ഇവരെ തിരക്കി കിടന്നു ഇവിടെ അല്ല കണ്ടില്ല. അങ്ങനെ തിരിച്ച് ഞാൻ പിന്നെ അത് കൈ വെച്ചേക്കണമെന്ന് വെച്ച് കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തു. വണ്ടി യാത്ര ചെയ്ത് വന്നെങ്കിലേ അവർ കണ്ടെന്നേ ഉള്ളൂ. അവർ കണ്ടോണ്ടെങ്കിൽ എടുത്തു തന്നു. വണ്ടി സ്പോട്ടിൽ വെച്ചാൽ അവർ അന്നേരം എടുത്തു തന്നു. അപ്പോഴേ ഞാനത് തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അല്ലാണ്ട് അവരവിടെ നിന്ന് കരയായിരുന്നു. അപ്പോൾ എൻ്റെ കിട്ടി. എനിക്ക് ഇവരെ തിരക്കി ഞാനും നടന്നതാണ്. അവസാനം ഞാൻ പിന്നെ എനിക്ക് രക്ഷയില്ല, നേരെ അവിടെ കൊണ്ട് സമർപ്പിച്ച് തിരിച്ച് അവർ ഇതേണൊക്കെ ഇവിടെ തിരക്കിട. ഞാനിവിടെ എല്ലാം വന്ന് നോക്കി. അവരിങ്ങോട്ടാണ് പോരുന്നത്. അപ്പോൾ ഈ വഴി മൊത്തം നോക്കിയിട്ട് അവരെ കണ്ടില്ല. അങ്ങനെ തിരിച്ച് ഞാൻ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ചോദിച്ചോ പറഞ്ഞാൽ അവർ വരുമെന്ന് പറഞ്ഞു. ആരും വന്നില്ല. അവസാനം ഞാൻ സമയം കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചത്. ആരെങ്കിലും വരുന്നവർ കൊടുക്കട്ടെന്നും പറഞ്ഞ് അങ്ങനെ കൊടുത്തത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കുണ്ടറ മുക്കടയിലെ 3 സ്ഥാപനങ്ങളിൽ മോഷണം. ഒരാഴ്ചയ്ക്കുള്ളിൽ 5 തവണയാണ് മുക്കട ജംഗ്ഷനിൽ മോഷണം നടന്നത്. ഇലക്ട്രിക് കേബിൾ, മോട്ടോർ തുടങ്ങിയവയാണ് മോഷണം പോയത്. മുക്കടയിലെ 3 സ്ഥാപനങ്ങളിലാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ 5 തവണ മോഷണം നടന്നത്. മഹിമ ടെക്സ്റ്റൈൽസിലെ കിണറ്റിലെ മോട്ടറിൽ നിന്നും ഇലക്ട്രിക് കേബിളും, മുക്കട വൈറ്റ് വെൽ സ്ഥാപനത്തിലെ മോട്ടോറും, ജ്യോതിപ്രകാശ് റെസ്റ്റോറന്റിൽ നിന്ന് 60 മീറ്ററോളം ഇലക്ട്രിക് കേബിളുമാണ് മോഷ്ടിക്കപ്പെട്ടത്. റെസ്റ്റോറന്റിൽ 3 തവണയാണ് മോഷണം നടന്നത്. 1 മീറ്ററിന് 120 രൂപ വിലയുള്ള കേബിളുകളാണ് മോഷണം പോയത്. സംഭവത്തിൽ കുണ്ടറ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും.
വൈസ് ചാൻസലർമാരെ ഉൾപ്പെടുത്തി വാട്സാപ്പ് ഗ്രൂപ്പ്. ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോക്. ഗ്രൂപ്പിലൂടെ വിസിമാർക്ക് യാതൊരു നിർദ്ദേശവും നൽകില്ല. ആവശ്യമില്ലാത്തവർക്ക് ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകാമെന്നും ബി അശോക്. RSS സർസംഘചാലക് മോഹൻ ഭാഗവത് അമൃതാനന്ദമയി മഠം സന്ദർശിച്ചു. അമൃതാനന്ദമയുമായി കൂടിക്കാഴ്ച നടത്തി. RSS ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് മോഹൻ ഭാഗവതിന്റെ സന്ദർശനം. പുനലൂർ കല്ലുമലയിൽ യുവാവിന് ക്രൂരമർദ്ദനം. പ്രദേശവാസിയായ സന്തോഷിനാണ് മർദ്ദനമേറ്റത്. ലഹരി വിൽപ്പന സംബന്ധിച്ച പ്രശ്നങ്ങളാണ് സംഘർഷത്തിൽ കലാശിച്ചതെന്ന് നാട്ടുകാർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.